നമ്മൾ വഴിയിൽ കാണുന്ന തെങ്ങുംതോപ്പാണ്. ഒക്കെ നല്ല കോട മൂടി കിടക്കുന്ന ഈ സൂര്യ ഉദയത്തിൻ്റെ സമയത്ത് ഈ വഴികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കോട മൂടി കിടക്കുകയാണ്. എന്താ കാഴ്ച അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി. നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, നമുക്ക് ഇതുവരെ കാണാത്ത, ഒരുപാട് ആളുകൾ എത്തിപ്പെടാത്ത ഒരുപാട് നല്ല നല്ല പ്രദേശങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും ഊട്ടിയിലേക്കും അതുപോലെ തന്നെ വയനാടും കൊടൈക്കനാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ എല്ലായ്പ്പോഴും നമ്മൾ എവിടെ എന്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കണ്ടോ, കുറച്ച് ആൾക്കാർ രാവിലെ മോർണിംഗ് വാക്കിലൊക്കെയാണ് ഉള്ളത്. എന്തൊരു സ്ഥലം കാണുകയാണെങ്കിലും നമ്മൾ ആദ്യം പറയുന്ന സ്ഥലം ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാലൊക്കെ ആയിരിക്കും. പക്ഷെ ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. കണ്ടോ, ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് നോക്കും നിങ്ങൾ, എന്താ ഇവിടെ നമ്മളെ മദിൻ്റെ കോളേജിൻ്റെ ഭാഗത്താണ് ഈ സ്ഥലം. മദിൻ കോളേജിൻ്റെ അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. കോട അങ്ങനെ പരന്ന് കിടക്കുന്നത് കണ്ടോ, സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു നല്ല കാഴ്ചയാണത്. കോളേജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ ക്യാമ്പസിൻ്റെ അടുത്താണ്. ഇതാണ് മദിൻ കോളേജ് എജു പാർക്ക്. അതിൻ്റെ പള്ളിയാണ് കേട്ടത്. ഇവിടെ ക്യാമ്പസിലെ പള്ളിയാണ്. വാവ്, എന്താ കാഴ്ച. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന അടിപൊളി വ്യൂ ആണ്. ആളുകൾ ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാൻ, കുറച്ച് ചെക്കന്മാർ ഇവിടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ സനീപ ഒന്ന് ഗിറ്റാർ വായിക്കാനുള്ള ശ്രമത്തിലാണ്. അല്ല സനീപ? നല്ല കോട മൂടിയിട്ടുള്ള കൊളായിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ബാക്കിലൊന്നും കാണാനില്ല. നല്ല പാലായിട്ട് കിടക്കാണ് മലമ്പ്രദേശങ്ങളൊക്കെ. അടിപൊളി. അതോടൊപ്പം തന്നെ ഈ സൂര്യപ്രകാശം കൂടി, സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു കാഴ്ചയും കൂടി അടിപൊളി, നല്ല സൂപ്പർ കാഴ്ചയാണ്. എന്ത് പറഞ്ഞാലും നമുക്ക് എത്ര വർണ്ണിച്ചാലും തീരാത്ത ഈ ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഈ കാഴ്ച എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സമയം ചെലവഴിക്കാനൊക്കെ വരുന്നുണ്ട്. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. വളരെ നമുക്ക് ഉള്ളിലോട്ടൊന്നും പോയിട്ട് കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. റോഡിൻ്റെ നല്ല റബ്ബറൈസ് ചെയ്തിട്ടുള്ള റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് മദിൻ കോളേജ്. മലപ്പുറം മദിൻ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലമുള്ളത്. വളരെ
അപ്പോൾ നമ്മൾ വ്ളോഗ് കൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇത് ഷഫീഖിൻ്റെ ഗിറ്റാറാണ്. ഷഫീഖിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഫ്ലൂട്ട് ഉണ്ട്. ഇത് അവന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിൻ്റെ ഒരു കാറ്റഗറി സി കാറ്റഗറി പെട്ട സാധനമാണിത്. നമുക്കിത് വായിക്കാനൊന്നും അറിയില്ല, ഇതിൻ്റെ കുട്ടൻസ് ഒന്നും അറിയില്ല. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് വെറുതെ ഇങ്ങനെ തട്ടി നോക്കുക എന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഏതായിരുന്നാലും നല്ല ഒരു പൊളപ്പൻ, നല്ല കോടൊക്കെ മൂടിക്കിടക്കുന്ന നല്ല ഒരു മലഞ്ചെരുവ്, അടിപൊളി സ്ഥലം. ഇതിൻ്റെ അപ്പുറത്ത്, ഇതിൻ്റെ താഴെ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ചോലകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൻ്റെ അടുത്തുള്ള മഅ്ദിൻ ക്യാമ്പസിൻ്റെ പുറകു വശത്തായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. വളരെ ഇതിൻ്റെ അപ്പുറത്ത് റബ്ബർ തോട്ടങ്ങൾ, ഇതിൻ്റെ താഴെ ഭാഗത്ത് വയൽ, നല്ല ഒരു മോർണിംഗ് വൈബിന് പറ്റിയിട്ടുള്ള രാവിലെയൊക്കെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെയാണ് കേട്ടോ. വൈകുന്നേരത്തെ കാഴ്ചയേക്കാൾ കൂടുതൽ നല്ല കാഴ്ച രാവിലെയാണ്. കാരണം രാവിലെ ഈ മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഈ അവസ്ഥയിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ കാഴ്ച അടിപൊളി. ഏതായിരുന്നാലും ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു കിടിലൻ വിഷയവുമായി, മറ്റൊരു കിടിലൻ സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിടവാങ്ങുന്നു. ബൈ.